മുന്നറിയിപ്പിനെ തുടർന്ന് 2 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. ചെറുതുരുത്തിയിൽ ഓടുന്ന ട്രെയിനിന് മുകളിൽ മരം വീണു. വിവിധ ജില്ലകളിലായി 10ലേറെ വീടുകൾ മരം വീണ് തകർന്നു. ആലപ്പുഴ, തൃക്കുന്നപ്പുഴ അടക്കം പലയിടത്തും കടൽക്ഷോഭം രൂക്ഷമായി. തൃശൂർ, അരിമ്പൂർ, കോൾപ്പാടശേഖരത്തിൽ മിന്നൽ ചുഴലിയുണ്ടായി. ഇടുക്കി മലങ്കര അണക്കെട്ടിന്റെ ഷട്ടറുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ 5 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. ഇന്ന് മറ്റ് 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ജൂൺ 19 വോട്ടെടുപ്പ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ടെണ്ണൽ ജൂൺ 23 നടക്കും. ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെയുണ്ടാകും. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 2 3 സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ 5 മലപ്പുറം ജില്ലയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഉപതെരഞ്ഞെടുപ്പ് വേഗം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ച് PV അൻവർ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പൂജപ്പുര ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. UTV ബ്ലോക്കിലെ ശുചിമുറിയിലാണ് ജീവൻ ഒടുക്കാൻ ശ്രമിച്ചത്. ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചാണ് തൂങ്ങിയത്. ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് അഫാൻ ശുചിമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ സമയത്താണ് ആത്മഹത്യാ ശ്രമം. കൊച്ചി തീരത്തിനടുത്ത് അറബിക്കടലിൽ ചെറിഞ്ഞ ചരക്ക് കപ്പൽ MSC എൽസ 3 പൂർണ്ണമായി മുങ്ങി താഴ്ന്നു. കപ്പൽ മുങ്ങിയതോടെ ക്യാപ്റ്റനെയും എഞ്ചിനീയർമാരെയും മാറ്റിയിരുന്നു. കപ്പൽ ഉപേക്ഷിച്ച് ക്യാപ്റ്റനടക്കം 3 പേർ ഇന്ത്യൻ നേവിയുടെ INS സുജാതയിലാണ് രക്ഷപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും 640 കണ്ടെയ്നറുകൾ 100 എണ്ണം വേർപെട്ട് കടലിൽ വീണിരുന്നു. 13 കണ്ടെയ്നറുകൾ, ഇതിൽ 12 എണ്ണത്തിലും കാൽസ്യം കാർബണേറ്റ് ആണ്. വെള്ളവുമായി കലർന്ന സ്ഫോടനമുണ്ടാകാൻ സാധ്യതയുണ്ട്. പാക് ഭീകരത തുറന്നു കാട്ടാനും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാനും 5 അംഗ പ്രതിനിധി സംഘം ഇന്ന് പുറപ്പെടും. NCP ശരത് പവാർ ഘടകം MP സുപ്രിയ സുലെ അധ്യക്ഷയായ സംഘമാണ് ഇന്ന് പുറപ്പെടുക. മുൻ വിദേശകാര്യമന്ത്രി V മുരളീധരനും സംഘത്തിലുണ്ട്. ദക്ഷിണാഫ്രിക്ക, ഖത്തർ, ഈജിപ്ത്, എത്യോപ്യ എന്നീ രാജ്യങ്ങളിലാണ് സന്ദർശനം നടത്തുക. ഇന്നലെ പുറപ്പെട്ട BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ബഹ്റൈനിലെത്തും. റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ച 2 കപ്പലുകൾ മുങ്ങി 400-ലധികം അഭയാർത്ഥികൾ മുങ്ങി മരിച്ചതായി ഐക്യരാഷ്ട്രസഭ. മ്യാൻമർ തീരത്ത് നടന്ന വ്യത്യസ്ത കപ്പൽ അപകടങ്ങളിലാണ് 427 റോഹിംഗ്യകൾ മരണപ്പെട്ടത്. മെയ് 9-നും 10-നും നടന്ന അപകടങ്ങളിലാണ് റോഹിംഗ്യകൾ മരണപ്പെട്ടതെന്ന് UN അറിയിച്ചു. റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഉൾപ്പെടെ കടലിൽ നടന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കും ഇതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥികൾക്കായുള്ള ഹൈക്കമ്മീഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു.